ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ആർക്കെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ റമദാനും ഈദും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആയ കാരണം വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലും മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ മുട്ട ഒന്ന് കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒറ്റ വിസിലുകൊണ്ട് ആയി കിട്ടുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ പത്തിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലും കൂടി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പത്തിനുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുന്ന ടൈമിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കൂടി അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണേ. നമ്മൾ ഓരോ പണികളുടെ ഇടയിലും ഓരോ പണികൾ തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പണികൾ തീർന്നിട്ടും ഒരു പണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ പണികൾ തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കിംഗ് കഴിയും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്കൊരു 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വഴന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിക്കണ്. ആ ഒരു ടൈമിൽ അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ വഴന്ന് വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നേണ്. ഇപ്പോൾ അതിലേക്ക് ഇതാ ഒരു വലിയ തക്കാളി നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിങ്ങനെ ആ ഒരു ടൈമിൽ അതിലേക്ക് നല്ല തിളച്ച ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തുകണേ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്തിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതാ നല്ല മുട്ട റോസ്റ്റും അതുപോലെ തന്നെ നെയ്പത്തിലും. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തണ്ണിമത്തിരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് നല്ല ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ചെറിയ പീസാവണം. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ആ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു ഇതിൽക്കന്നെ ഞാൻ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം.
ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ കാഷ്യൂ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണ്. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ കസ്കസ് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കസ്കസ്. പിന്നെ ഇതാ വാനില ഐസ്ക്രീം ഒരു നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ വാനില ഐസ്ക്രീം ഇല്ലാത്ത കാരണം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് റൂഹ് അഫ്സയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിലേക്ക് ഞാൻ ഒരു ആപ്പിൾ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഡ്രിങ്ക്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മേലെ കുറച്ച് വാനില ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടൊന്ന് സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് വാനില ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടൊന്ന് സെർവ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൂഹ് അഫ്സയും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്ക് തണ്ണിമത്തനൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ മേടിക്കുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു വാട്ടർമെലൺ പഞ്ചാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.